ചേമ്പിന് എന്തോരം വിത്തുണ്ടായതാ, ഇതെല്ലാം പോയി. അച്ഛാമ്മേന്റെ ചെരുപ്പ് വേണ്ടാ? എൻ്റെ ചേമ്പെല്ലാം പോയി വെള്ളത്തിൽ. നിന്റെ ചെരുപ്പു ഇത് അവിടെ ഞാൻ വെള്ളത്തിൽ ഒഴുകിപ്പോട്ട് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ വെള്ളവും നീന്തിന് എങ്ങനെ പോവും? അച്ഛമ്മനോട് പറഞ്ഞാൽ ഒരു ബോട്ട് വാങ്ങാം. ഇത് കണ്ടാ കൊച്ചേ, നമ്മള് ചേമ്പെല്ലാം പോയി, വിത്തൊക്കെ ആയതാ. ഇനി ഇത് എന്ത് ചെയ്യും? എന്നിട്ട് അച്ഛമ്മയുടെ കൃഷിയെല്ലാം നശിച്ചു പോകാൻ തോന്നാണല്ലോ. പോകാനൊന്നുമില്ല, പോയി. അച്ഛമ്മ ഞാൻ പോണ കേട്ടാ. ഇവിടെ പോ. അവിടെ ചെന്ന് മേക്കപ്പ് ചെയ്തിട്ട് വേണം കല്യാണത്തിന് പോവാൻ. അല്ലടി, നിന്റെ കൂട്ടുകാരത്തിന്റെ ചേച്ചിയുടെ കല്യാണമല്ല, അതിന് നീ ഇത്ര മേക്കപ്പ് ചെയ്യണേ എന്തിനാ? ഞങ്ങളല്ലേ അവിടെ ചെല്ലണ്ടത്, ഞങ്ങൾ ഡാൻസ് കളിക്കണ്ടേ അച്ഛാമ്മ? പോണതൊക്കെ കൊള്ളാം, നിന്റെ മേക്കപ്പ്. പിന്നെ നേരത്തെ ഇങ്ങോട്ട് വന്നേക്കണം, അവിടെ കുറച്ച് തേങ്ങ പറഞ്ഞിട്ടുണ്ട്. ഇതെന്താ ഈ മുടിയൊക്കെ ഇങ്ങനെ നടക്കണം? ഷാമ്പൂട്ടതാ. ഷാമ്പൂട്ടതാ. കുറച്ച് വിറവും പറഞ്ഞിട്ടുണ്ട്, അതാ മഴക്കുമ്പ് നനഞ്ഞ് കിടക്കണം. മഴക്കുമ്പ് ഇങ്ങോട്ട് എടുക്കണം. ഇവിടെ കളിച്ചും തുള്ളി നടന്ന് വെച്ച് ഇങ്ങോട്ട് വരരുത്. പോന്ന ഇതാണോ നിന്റെ വേഷം? ഇല്ല, ഞാൻ സാരി എടുത്തിട്ടുണ്ട്. ദീപ് ഇങ്ങനെ കൂടി എങ്ങനെ പോകാനാ സാരി എടുത്തോണ്ട്? ചേമ്പ് എല്ലാം വെറുതെ കുളിച്ചാൽ കുളിക്കേണ്ട കാര്യമില്ലായിരുന്നു. ചേച്ചി നിവി, ചേച്ചി കല്യാണത്തിനോ സെറ്റല്ലേ? ഇതിപ്പോ കഴിയുമ്പോ താമസിച്ച് വരല്ലേ. തികത്തിക്കാൻ എടുക്കാൻ പോകണം, തേങ്ങ എടുക്കാൻ പോകണമെന്നൊക്കെ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അതിലേ ഇപ്പോൾ വന്നേക്ക്. എൻ്റെ അച്ഛമ്മ വണ്ടി കിട്ടണ്ടേ? അവിടെ ആണെങ്കിൽ ഒരു ബസ്സും ഇല്ല. അത് മാത്രമല്ല, ഈ വെള്ളമൊക്കെ നീന്തി ഞാൻ വരണ്ടേ? സൂക്ഷിച്ച് കിടക്കണേ. സമയം എത്രയാണെന്നറിയാം? ഒന്ന് മേലോട്ട് നോക്കിയേ, നേരെ ഇരുണ്ട്. അതിന് രാവിലോട്ട് സൂര്യനില്ലല്ലോ. ഇനി എപ്പോൾ പോകാനാണ് ഈ തേങ്ങയും കയറ്റി വിറകും പൊടിയൊക്കെ കയറ്റി? പറഞ്ഞാൽ കേൾക്കുകയില്ല. അച്ഛാമ്മ ഈ സാധനം ഓണാക്കി കൊണ്ടുപോയാ പോരെ? ഇവിടെ നമ്മൾ തുഴഞ്ഞു പോട്ട ആവശ്യമുണ്ടോ? നിനക്ക് മോട്ടർ ഓൺ ചെയ്യാൻ അറിയാവാ? എനിക്കറിയാൻ പറ്റില്ല. പിന്നെ ആർക്കറിയാവുന്ന? എനിക്കും അറിയാൻ മേലെ മോട്ടർ ഓൺ. അതാ ഈ നമുക്ക് ആ ചെറുക്കൻ ചെമ്മീൻ കൊണ്ടുവന്നേരത്ത് ഓടിക്കണ വള്ളമാണ്. ഞാനിപ്പോൾ ഈ തേങ്ങയും വിറകും കയറ്റാൻ വേണ്ടി എടുത്തതാണ്. നീ വല്ലതും കഴിച്ചായിരുന്നു? ഞാൻ ഉച്ചയ്ക്ക് കല്യാണത്തിൽ നിന്ന് ബിരിയാണി കഴിച്ചതാ. നിനക്ക് വീട്ടിൽ വന്നപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ മേല? നീ എപ്പോഴാണ് വീട്ടിൽ ചെല്ലണത്? അതെങ്ങനെ അച്ഛാമ്മ ധൃതി കേട്ടണേ അല്ലായിരുന്നു. അച്ഛാമ്മയുടെ ധൃതി കാരണം ഞാൻ മേക്കപ്പ് പോലും കളഞ്ഞിട്ടില്ല. ഓ, ഇതന്നെ പേടാ, കുലുങ്ങണ പോലില്ല. കാശ് കൊടുത്ത് മേടിച്ച തേങ്ങായ. ഒച്ചു ഇത് കുലുങ്ങണുണ്ട്. എടി തേങ്ങ പറക്കി കയറ്റി. അച്ഛാമ്മയെ കൊതുക് തിരി എടുത്തൊന്ന് കത്തിച്ചോളൂ, ഭയങ്കര കൊതുക്. അത് ഈ പുല്ലൊക്കെ നിൽക്കണ കൊണ്ടാണ്. എളുപ്പം പേർക്ക് നമുക്ക് പോകാം. അച്ഛാമ്മ ഒരെണ്ണം കൂടി വെച്ചേ. എടി അത് കൊണ്ടൊക്കെ ഇടടി കൊച്ചേ. അച്ഛാമ്മ ഒരെണ്ണം കൂടി വെക്ക്, ഞാൻ കൊണ്ടുപോകാം. കൊണ്ടുപോകും, പെട്ടെന്ന് പണി തീരുമല്ലോ. കണ്ട മടിയ മല ചമക്കുമെന്ന് പറയണ, അല്ലാണ്ട് വേറെ ഒരു വിശേഷം കണ്ട. എനിക്ക് ഹരിശങ്കർ കണ്ട ഞാൻ പറഞ്ഞേക്കാം. ഞാൻ
വെള്ളം കയറി എല്ലാം തികത്തിക്കാനും പോയി. ഇനി തേങ്ങയില്ലെങ്കിലും തികത്തിക്കാനെങ്കിലും ഇരിക്കട്ടെ. ആ തികത്തിക്കാനൊക്കെ കൂടി ഇങ്ങോട്ട് പെറുക്കിയിടും. ആ നല്ലോണം മൂടി. മതിയല്ല. ആ മതി. നല്ല സ്ഥലമല്ലേ അച്ചാമ്മ, കുറച്ചുകൂടി കഴിഞ്ഞു പോകായിരുന്നു. എന്നാൽ എൻ്റെ മാൾ ഇവിടെ ഇരുന്നോ, ഇറങ്ങിക്കോ, ഞാൻ പോകാം, വെള്ളം വലിച്ചു പോകാം കേട്ടാ. എടി ഇത് വേഗം വലിക്കടി, നേരെ ഇരുട്ട്. അല്ല നമ്മുടെ ടോർച്ച് ഉണ്ടല്ലോ. ആ നീ ടോർച്ചും വെച്ചോണ്ട് ഇരുന്നോ. എങ്ങോട്ടാണ് പോണേന്ന് പോലും അറിയാൻ മേല. കുട്ടനാടൻ കായലിൽ കുച്ചുവെള്ളം തുഴയുമ്പോ കാട്ടൊന്ന് പാടെടുത്ത് നമ്മളിപ്പോ എങ്ങനെ എത്തുവാ? എന്താ അച്ചാമ്മ, നമ്മളിപ്പോ എങ്ങനെ എത്തുവാ? ഒഴുക്കൊക്കെയാണ്, എങ്ങോട്ടാണ് പോണേന്ന് പോലും അറിയാൻ മേല. ഇതെന്നാ അച്ചാമ്മ, പായലിലേക്കൊക്കെ ഇടിച്ചിരുന്നു. നമ്മള് വന്ന വഴി ഇതല്ലല്ലോ. നമ്മള് വന്നപ്പോ പായലൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് വഴി തെറ്റിയെന്ന് തോന്നുന്നു കേട്ടാ. അച്ചാമ്മ ഇവിടെ നിറച്ച് പായലാണല്ലോ, വഴി തെറ്റിയാ നമുക്ക്. ഏറ്റത്തിന് കയറിയതാണ് വെച്ചാൽ നമ്മൾ ഇറക്കത്തിനല്ലേ പോയത്. ഇപ്പം ഏറ്റത്തിന് കയറിയ പായിലാണ്. നമ്മളിനി എന്ത് ചെയ്യും? നോക്കട്ടെ, കണ്ണും കൂടി കാണാൻ മേലുണ്ടായി. ഈ വഴി ഏതായാലും പോകാൻ പറ്റിയല്ലോ വെച്ചേ. നമുക്ക് അപ്പുറത്തൊരു വഴിയുണ്ട്, അതിലേ കൂടി ഇച്ചിരി ദൂരമാണ്. എന്നാലും നമുക്ക് അതിലേ കൂടി ഒന്ന് പോയി നോക്കാം. എടീ ആ എന്ത് ചെയ്യൂടി, കണ്ണുകൂടി കാണാൻ മേലെ, എങ്ങോട്ടാ പോണേന്ന് പോലും കാണാൻ മേലെ. ഞാൻ ടോർച്ചടിച്ചു തരാം അച്ചാമ്മ, അതുവഴി പോ. എടി കൊച്ചേ, വഴി തെറ്റടി, ഇങ്ങനെയാണ് അടി പോണത്. അതിനിരിക്കറിയാൻ പോലെ ചമക്കല്ലേ ഒന്ന്. ചേടാ ഇങ്ങനെയാണ്ടായിരുന്നു വഴി. എടേ തെക്കാതല്ലേ എടി? വീടിന്റെ പുറത്തിറങ്ങിയിടത്തൊക്കെ വടക്ക് എനിക്കറിയാൻ പോലെ, അപ്പോഴാണ് കായിന്റെ നടുക്ക്. മഴ വന്നുണ്ട്, അങ്ങോട്ടൊരു കര കാണും, നമുക്ക് അങ്ങോട്ട് അടുപ്പിക്കാം. കുട്ടനാടൻ കായലിലെ കൊച്ചുവെള്ളം തുഴയുമ്പോ പാട്ടൊന്നും പാടണ്ടേ ഓമന കുഞ്ഞേ. ഒന്നും മിണ്ടായിരിക്കടി, മനുഷ്യന്റെ ചങ്കു വിറക്കും. എന്നാലും അവിടെ പാട്ട്. അച്ചാമ്മേ തണുക്കുന്നു. അതിനിപ്പോൾ ഞാനെന്ത് ചെയ്യാൻ? പോയ പാട്ട് നേരത്തെ വന്നിരുന്നെങ്കിൽ ഈ ഇരിപ്പിരിക്കണമായിരുന്നു. പോയ പാട്ട് നേരത്തെ വന്നിരുന്നെങ്കിൽ എന്നാ അച്ചാമ്മ വഴിയും തെറ്റിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് എന്നെ പറഞ്ഞിട്ട് കാര്യം എന്താ? നീ താമസം കൊണ്ടല്ലേ വെയിലേറ്റത്തിന് പായലെല്ലാം നടിഞ്ഞു കയറിയത്. ഇല്ലായിരുന്നെങ്കിൽ നേരത്തെ പോയിച്ച് നേരത്തെ വരായിരുന്നു. അല്ല കുറച്ച് കഴിയുമ്പോൾ വെയിലേറ്റം കുറയില്ലായിരുന്നാ, അപ്പോൾ പോന്നാ പോരായിരുന്നു. അത് നേരം വെളുക്കുമ്പോഴാണ് വെയിലേറ്റം. എന്നിട്ട് ഇപ്പോൾ വീട്ടിൽ പോകുന്നല്ല, കായലിന് നടുക്ക് നടക്കാൻ പറ്റിയല്ലേ. ആ തീയത്തിക്കാൻ മൂടി ഇരിക്കണ ഷീറ്റ് അവിടെ ഇരിപ്പുണ്ട്, അത് അഴിച്ചെടുത്തായിരുന്നെങ്കിൽ പുതച്ച് ഇരിക്കാം. അതപ്പോൾ വിറക് നനഞ്ഞു പോകൂലേ? വിറക് നനയട്ടോ, നമ്മൾ നനയല്ല. ഇതൊന്ന് വലിച്ചു കിട്ടിയാൽ കൊള്ളായിരുന്നു. ഉച്ചേ ഞാൻ രണ്ട് കുറ്റി കിട്ടുമെന്ന് നോക്കട്ടെ. അരുവയും കയറും കിടപ്പുണ്ടല്ലോ, ഞാൻ വരട്ടെ. ആ വെട്ടോ നീ എടുത്ത് നീട്ടിപ്പിടിച്ചേ. ഇവിടെ ഇപ്പൊ നിറച്ചു കുറ്റിയാണല്ലോ ചാമ. അത് കാക്കേനെ പഠിക്കാനേ റോപ്പ് കെട്ടിയേക്കണ കുറ്റിയാണ്. അത് ചാൽക്കാരി. അത് കരുന്നേ വെച്ചു. ആ നീറുന്ന ഹഴി എന്നൊക്കെ പറഞ്ഞ സാധനമില്ലേ, അതാണ്. വാ കടിക്കുവോ? ആ പിന്നെ മാറച്ചാമ, ഞാൻ താത്ത. പൊക്കാൻ പറ്റുള്ള അതെ മറങ്ങാണ്ട് താത്താൻ വന്നിക്കണ ഒരാള്. ഇത് കാറ്റ് വരുമ്പോ മറിഞ്ഞു വീഴും മിക്കവാറും. അയ്യോ പ്രസാദമല്ല. ഓ ഇതെന്തിനാ അച്ചാമ?
അതെ, ഇതിങ്ങനെ കെട്ടില്ലെങ്കിൽ കാറ്റ് വരുമ്പോൾ എല്ലാം കിടക്കെ കണ്ടെത്തി കിടക്കും. ഇതാകുമ്പോൾ പോകുകയില്ല, ഇങ്ങനെ ഒരു വലിവ് കെട്ടിയാൽ പോകുകയില്ല. അതാണ് ഇത് വലിച്ചു വെച്ചേ. ആ നേരെ വലിക്ക്, നേരെ ഇട്. പോരെ? ആ ഒന്നുകൂടി പൊക്കി ഇട്. ആ ഒന്നുകൂടി നിവർത്തിയിട്. ആ നേരെ പൊക്കിക്കോ. അയ്യോ ഇത് കൊള്ളാൻ കേട്ടാ. അച്ചാമ്മക്ക് ഇതൊക്കെ കെട്ടാന്നറിയായിരുന്നല്ലേ? ആ അയ്യോ കൊള്ളാൻ കേട്ടാ. അച്ചാമ്മ ബാക്കി നോക്കിടെ കിടക്കാം. വാ. അയ്യോ നല്ല സുഖമുണ്ട്. ആ നീ കിടക്കണേ ഇങ്ങോട്ട്, ഇത് വീടൊന്നുമല്ല. നമുക്കിനി ഇവിടെ തന്നെ കിടക്കാം കേട്ടാ. നീ തന്നെ ഇവിടെ കിടന്നോ, ഞാൻ എൻ്റെ വീട്ടിൽ പോകും കാലത്ത്. അച്ചാമ്മ പൊക്കോ, ഞാനിവിടെ കിടന്നോ. ആ ഇവിടെ കിടന്നു. അടിപൊളി ഉറങ്ങിയ. അച്ചാമ്മേ 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 വിശക്കണു. ആ കാലത്ത് വെള്ളം പെണ്ണെടുത്ത് കുടിക്കും. വെള്ളം കുടിച്ചിട്ട് എന്താണോ എനിക്ക് വിശക്കണു. അച്ചാമ്മക്ക് വിശക്കണു. അച്ചാമ്മേ അച്ചാമ്മ എണീറ്റേ. എന്താ വെച്ചേ? അച്ചാമ്മക്ക് വിശക്കണില്ലേ? പിന്നെ എൻ്റെ വയറ്റിൽ തന്നെ വാഴവള്ളിയാണ് കിടക്കണത്, വിശക്കാതിരിക്കാൻ. എനിക്ക് വിശക്കണവാ. ആ എൻ്റെ കായലിൽ കുറച്ച് കപ്പപ്പായലുണ്ട്, അതെടുത്ത് ചവച്ച് കഴിഞ്ഞു. എന്ത് ചെയ്യാനാണ് വെച്ചേ? എനിക്കും വിശക്കണുണ്ട്. രാത്രിയൊക്കെ പൊങ്ങി നിൽക്കുവേ. എടി ഒരു മീന് പോയില്ലാടി. പോയി, അതും പോയി. അച്ചാമ്മേ കിടക്കണ്ട, കിടക്കണണ്ട. ആ മാറുവെച്ച ഞാൻ പിടിക്കാം. മറിക്കാം. അതും പോയി. അതെ എൻ്റെ ഉന്നം തെറ്റിപ്പോയി ഉച്ചേ. ആ വെട്ട് കേട്ടപ്പോൾ അത് ഓടിപ്പോയി. സോണി എന്ത് ചെയ്യും? ഇത് എവിടെ നിന്ന് നോക്കാനോ? അത് പൊട്ടിയപ്പോൾ തന്നെ അത് ഓടി പോയി. അച്ചമ്മ എന്താ 6 രൂപയും തന്നെ ഇവിടെ ഒരു ഞണ്ടുണ്ട്. ഞാൻ വെട്ട, അല്ലെങ്കിൽ അച്ചമ്മനെ ഞാൻ വെട്ട എവിടെ മാർക്കേ എവിടെ കളയാണ്ട് വെട്ടുവാ. ആ ഞാൻ വെട്ടാം. കൊണ്ട് പൊക്കി എടുക്ക്. നമ്മളെ പറ്റിച്ച് ഇവനും പോകാനായിട്ട് നോക്കിയതാണ്. അച്ചാമ്മേ നമ്മളിതിന് എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാണ്, നമുക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ ചൂട. അത്യാവശ്യം വലിപ്പമുണ്ടല്ലേ അച്ചാമ്മേന്? നമുക്കല്ലേ തീ പറക്കും. പെട്ടെന്ന് ആകുമല്ലേ അച്ചാമ്മ? ഇത് നല്ലോണം വിശക്കുണ്ട്. ഇപ്പോൾ ആവും. ലഭ്യാവോളം നിൽക്കാമെങ്കിൽ 6ഓളം നിൽക്കണമെന്ന് പറയാം. അതിൽ ഇത്ര നേരമായില്ലേ? അത് എന്താ അച്ചാമ്മേ? നമുക്ക് തേങ്ങയും കൂടി വെട്ടിയെടുത്താലാ? ആ പ്ലേറ്റ് ഇങ്ങനെ ഇട്. നല്ല മധുരമുണ്ട്.
എന്നാ അച്ഛമ്മ നീ കഴിക്ക്. സാധനം കൊള്ളാം. മീനും ഇങ്ങനെ ചുട്ടുന്ന നല്ല ടേസ്റ്റ് ആയിരിക്കുവാ. നല്ല രസമായിരിക്കും. നമുക്കൊരു ദിവസം അങ്ങനെ ചെയ്യാം. മീനാ വയറ് നിറഞ്ഞ്. അച്ഛമ്മേ നീ കടന്നോല വന്ന് കടിക്കോ കാലിട്ട്? അതിനായിട്ട് നമ്മൾ തീയിട്ടേക്കണം. തീയുടെ വെട്ടം കണ്ട വരികയാണ്. എന്തായാലും ഇവിടെ കൊള്ളാട്ടാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിനാണോ നീ രാത്രിയാകാനിരുന്നു? ആ